നമസ്കാരം. ശ്രീരാമൻ വനവാസകാലത്ത് ദണ്ഡകാരണ്യം അഥവാ ദണ്ഡകവനത്തിലായിരുന്നു താമസിച്ചിരുന്നത് എന്നറിയാമല്ലോ. ആ ദണ്ഡകവനമുണ്ടായ കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം, പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടുനോക്കൂ. സൂര്യവംശത്തിലെ ഒരു രാജാവായിരുന്നു ഇക്ഷ്വാകു. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവനായിരുന്നു ദണ്ഡൻ. ദണ്ഡന് ഭാവിയിൽ ഒരു ശിക്ഷ അല്ലെങ്കിൽ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മഹാപണ്ഡിതനായ ഇക്ഷ്വാകുവിന് മനസ്സിലായി. അതിനാൽ ദണ്ഡന് വിന്ധ്യപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ 100 യോജന വിസ്താരത്തിൽ മനോഹരമായ ഒരു രാജ്യം നിർമ്മിച്ചു. എന്നിട്ട് ദണ്ഡനെ അവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്തു. ശുക്രനെ ഗുരുവാക്കി ദണ്ഡൻ അവിടെ സുഖമായി കഴിഞ്ഞു പോന്നു. അങ്ങനെ കുറച്ചു കാലം കഴിയവേ ഒരു ചൈത്രമാസത്തിൽ ദണ്ഡൻ ഗുരുവായ ശുക്രനെ കാണാനായി പോയി. ആശ്രമ പരിസരത്ത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. അവളെ കണ്ട് മോഹം തോന്നിയ ദണ്ഡൻ അവളോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങ് എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ എന്നെ അങ്ങേക്ക് കല്യാണം കഴിച്ചു തരുന്നതാണ്. അല്ലാതെ എന്നോട് അധർമ്മം ചെയ്താൽ നിങ്ങൾ അച്ഛൻ്റെ ശാപത്തിന് പാത്രമാകും എന്ന്. എന്നാൽ ദണ്ഡൻ അവളുടെ വാക്കുകൾ വിലവെക്കാതെ അവളെ ഉപദ്രവിച്ചു. ശുക്രൻ തിരികെ വന്നപ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന മകളെ കണ്ടു. കാര്യമെന്തെന്ന് അന്വേഷിച്ചപ്പോൾ അവൾ നടന്ന സംഭവങ്ങൾ ശുക്രനെ അറിയിച്ചു. ദേഷ്യം വന്ന ശുക്രൻ ദണ്ഡനെ ശപിച്ചു. ദണ്ഡനും പടയും നാടും വീടും ധനവും എല്ലാം 7 നാൾ പൊടിമഴ പെയ്ത് ചാരമായി പോകട്ടെ എന്ന്. എന്നിട്ട് മകളോട് പറഞ്ഞു, നീ പോയി പൊയ്കയുടെ തീരത്ത് താമസിക്കൂ. അവിടെ പൊടിമഴയാൽ നാശമുണ്ടാകില്ല എന്ന്. നാട്ടിലുണ്ടായിരുന്ന മുനിമാരെയും മകളെയും കൂട്ടി ശുക്രൻ ദണ്ഡരാജ്യത്തിൽ നിന്നൊഴിഞ്ഞൊരിടത്ത് താമസമാക്കി. ദണ്ഡരാജ്യത്തിൽ പൊടിമഴ പെയ്യാൻ തുടങ്ങി. നാടും വീടും ദണ്ഡനും എല്ലാം നശിച്ച് ദണ്ഡരാജ്യം ദണ്ഡകവനമായി മാറി.